അതേമാരെ അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഇതാണ് BRP ക്രാക്ക് സീലർ കണ്ടില്ലേ, ഇങ്ങനെ ബ്രൗൺ കളറാണിത് വരിക. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആകണത്, എങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് ഒരു എലാസ്റ്റോമെറിക് പ്രോഡക്റ്റ് ആക്കണത് എന്നുള്ളത് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത്. എങ്ങനെയാണ് ആ ഒരു ലിക്വിഡ്, ബ്രൗൺ കളർ ലിക്വിഡ് എങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാവുന്ന വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആക്കണത് എന്നാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. എന്തെങ്കിലും സ്റ്റൗവ്, അടുപ്പായാലും മതി, ഗ്യാസ് അടുപ്പായാലും മതി, കറണ്ട് അടുപ്പായാലും മതി, അതിൽ ഒരു സ്റ്റീൽ പാത്രം, മൺപാത്രം, എന്തെങ്കിലും പാത്രം അതിൽ വെച്ചിട്ട് ഉപയോഗശൂന്യ പാത്രം മതി. എന്നിട്ട് നമ്മൾ BRPയുടെ ഈ കെമിക്കൽ നന്നായിട്ട് കുലുക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. തീ ഓൺ ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കുറച്ചിങ്ങനെ വറ്റി ഒരു 50% ചുരുങ്ങിയിട്ട് ഇതേമാതിരി നല്ല തിക്നെസ്സില്ല രൂപത്തിൽ വരും. ഇതുകൊണ്ട് നമുക്ക് 2 രൂപത്തിൽ വാട്ടർ പ്രൂഫ് ചെയ്യാം. ഒന്ന്, ഈ ലിക്വിഡ് ഇതേമാതിരി ഉരുക്കിയിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പരത്തി കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് അവിടെ ഇത് ഉരുക്കിക്കാണ്ട് മുകളിലേക്കൊന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ചുമരിൽ ചെരിഞ്ഞ സ്ഥലത്തൊക്കെയാണെങ്കിൽ നമുക്ക് ഒഴിച്ച് പരത്താൻ കഴിയില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ കൈകൊണ്ട് അതിങ്ങനെ കയ്യിലായി ചൂടുണ്ടാവും, ഉടനെ തന്നെ എടുക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും എടുത്താൽ മതി, കുഴപ്പമില്ല, ഉടനെ തന്നെ എടുത്തോളണമെന്നൊന്നുമില്ല. എന്നിട്ട് അതെന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് അതേമാതിരി വീഡിയോയിൽ കാണുന്ന മാതിരി നമ്മൾ മെല്ലെ പൊള്ളാത്ത രീതിയിൽ ഉരുളാക്കിയിട്ട് ഒന്ന് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ ചെയ്യുക. കണ്ട, ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. കണ്ട, ഇത് പൊട്ടൂല, ഇത് പൊട്ടുന്ന സാധനം നീളേ ഉള്ളൂ. ഏത് വികസിക്കുന്ന ക്രാക്കുകൾക്കും ഇതുകൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യാൻ പറ്റും. വെള്ളത്തിലാണ് ശരി, ടാങ്കിൻ്റെ അടിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഹെവി ടാങ്കുകളുടെ അടിയിൽ ഊളിട്ട് പോയിട്ട് ഇതുകൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഉണങ്ങിയ സ്ഥലത്തും വാട്ടർ പ്രൂഫ് ചെയ്യാൻ പറ്റും. ഉണങ്ങിയ സ്ഥലത്തും നനഞ്ഞ സ്ഥലത്തും വെള്ളത്തിൻ്റെ അടിയിലൊക്കെ ഇതുകൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യാൻ പറ്റും. വാട്ടർ പ്രൂഫിൻ്റെ മെറ്റീരിയലിൻ്റെ രാജാവാണിത്. ഇതാക്കുന്ന കൺട്രോൾ എങ്ങനെയാണ് ഇതുകൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണത് എങ്ങനെയാണ് ഇതുപയോഗിച്ച് ഒരു ഓട്ടയായ വാട്ടർ ടാങ്ക് ഇൻസ്റ്റൻ്റായിട്ട് നിർത്തുന്നതെന്നാണ്. വെള്ളത്തോടൊക്കെ അതിൽ വെള്ളമുണ്ട്, നിങ്ങൾക്ക് വെള്ളം എല്ലാ കാര്യങ്ങളും ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇൻസ്റ്റൻ്റായിട്ട് നിർത്താൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഇതന്നെ വേണമെന്നില്ല, ഇതൊരു മൂടിയാണ്. എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഷീറ്റിൻ്റെ പീസൊക്കെ എടുക്കുക. ഇത് ഞാൻ കട്ട് ചെയ്ത് ഷേപ്പാക്കുകയാണ്. നമുക്ക് നമ്മുടെ ഹോള് എത്ര വലുപ്പമുണ്ട് നോക്കുക. അതിനനുസരിച്ച് അതിനെ കവർ ചെയ്തിരിക്കണ കുറച്ചുകൂടി വലുപ്പത്തിൽ ഇതേമാതിരി ഷീറ്റ് എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കുക. അത് പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയാണ്. ഷീറ്റ് മെറ്റൽ ഷീറ്റായാലും ശരി, എന്തോ ഒരു ഷീറ്റായാലും മതി, അലുമിനിയം ഷീറ്റൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഈ ഷീറ്റ് എവിടെയാണ് സ്ഥലത്ത് വെക്കുക. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ മെറ്റീരിയൽ പരത്തുക, ഇങ്ങനെ വലിച്ച് നീട്ടുക. എന്നിട്ട് ആ ഷീറ്റിലേക്ക് വെച്ചിട്ട് ആ ഷീറ്റിന് സമാനമായ രീതിയിൽ ഇങ്ങനെ പരത്തിക്കൊണ്ടുവരിക. കയ്യിലൊട്ടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കയ്യിലാക്കിയാൽ കയ്യിലൊട്ടൂല. കണ്ട, ഇപ്പോൾ ഷീറ്റ് മൊത്തം നമ്മൾ ചെയ്തു. എന്താ കണ്ട, ആ ഷീറ്റ് നമ്മൾ മൊത്തം ഈ ഭാഗത്ത് ഷീറ്റുണ്ട്, ഇവിടെ നമ്മൾ മെറ്റീരിയലുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ബക്കറ്റിൽ ഒരു ഓട്ടുണ്ട്, ഒരു ഹോള് കണ്ടോ, ഇതാണ് ഹോള്. ഇത് ഞാൻ ഹോൾ ഉണ്ടാക്കിയതാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഹോട്ടലിലെ ബക്കറ്റിലേക്ക് വെള്ളം വയ്ക്കണം. വെള്ളം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണല്ലേ, നല്ല ഫോഴ്സ് ഉണ്ട്. നമ്മളിത് സ്റ്റോപ്പ് ചെയ്യണത്. അത് വെള്ളമുള്ളത് ഉണ്ടല്ലേ, വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് എവിടെയാണോ വേണ്ടത്
അവിടെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അല്പം എടുത്തിട്ട് ഇവിടെ പുറത്തുള്ള ബാഹ്യമായ ഓട്ടി അടച്ചു കൊടുക്കുക. കഴിഞ്ഞു. ഇത്ര പണിയുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ആഴമേറിയ വലിയ വലിയ ടാങ്കുകളായാലും ശരി അടിയിലേക്ക് നമുക്ക് ഊളിയിട്ട് പോയിട്ട് ഇതുപോലെ ഓട്ട അടക്കാൻ പറ്റും. അതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത. വെള്ളം ഇല്ലെങ്കിലും ശരി വെള്ളം ഉണ്ടെങ്കിലും ശരി നമുക്കിത് ഉപയോഗിച്ച് ചോർച്ച നിർത്താൻ പറ്റും. അപ്പോൾ ഇത്ര പണിയുള്ളൊരു വാട്ടർ ടാങ്ക് ഓട്ട എടുക്കുന്നതിൽ വളരെ നിസ്സാരമായ കേസാണ്. ഇങ്ങനത്തെ കെമിക്കൽ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഇത് വാങ്ങി വെച്ചോളി. ഇതൊക്കെ ഒരുപാട് കാലം ഈട് നിൽക്കും. നമ്മൾ വീട്ടിൽ സെൽഫ് ലൈഫ് കൂടുതലുള്ള സാധനമാണ്. 2-3 വർഷത്തെ സെൽഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നൊരു ഓട്ടയായ വാട്ടർ ടാങ്ക് അടക്കലാണ്. ഓട്ടയായ വാട്ടർ ടാങ്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് വെള്ളം നിറയുന്ന സമയത്ത് വികസിക്കില്ല. ഓട്ട അങ്ങനെ തന്നെ ഉണ്ടാവും, വികസനം ഉണ്ടാവില്ല. ഒരു കീറിയ വാട്ടർ ടാങ്ക് ഇപ്പോൾ ക്രാക്കൊക്കെ ആണെങ്കിൽ മെലങ്ങിനോ ഇങ്ങനെയൊക്കെ നീളത്തിലൊക്കെ ആണെങ്കിൽ ക്രാക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സ്റ്റിച്ച് ചെയ്യണം. ഇലക്ട്രിക് വയർ അതിൻ്റെ ഉള്ളിൽ നിന്ന് കമ്പി എടുക്കുക. കമ്പി എടുത്തിട്ട് സോൾഡറിങ് ആയണോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പി ഒന്ന് ചൂടാക്കി ടാങ്കിന് ആ ക്രാക്കിൻ്റെ 2 ഭാഗത്ത് സ്റ്റിച്ച് ഓട്ടിട്ട് കൊടുത്തിട്ട് ഈ കമ്പി കൊണ്ട് ഇങ്ങനെ കെട്ടി സ്റ്റിച്ച് എടുത്ത് ടൈറ്റ് ആക്കുക. വെള്ളം അതിൻ്റെ അകത്ത് വന്നാൽ അത് വികസിക്കാത്ത രൂപത്തിലാക്കുക. വികസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, അത് എലാസ്റ്റിക്കുമായൊരു പ്രൊഡക്റ്റാണ്. അത് ടാങ്ക് വികസിക്കും, അത് വികസിക്കും, പിന്നെ അത് ക്രാക്ക് വരും. അതിനൊരു പരിധി ഉണ്ടാവും നീളുന്നതിന്. അതിൻ്റെ ലോഡുണ്ട്, വെള്ളം വന്ന ലോഡാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ടാങ്കിൻ്റെ വികസനം ആദ്യം നിർത്തുക. എന്നിട്ട് ലീക്ക് വാട്ടർ പ്രൂഫ് ചെയ്തുകൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ലോങ് ലൈഫാണ്, ഒരുപാട് കാലം ഈട് നിൽക്കും. ഇത് വെച്ച് നമുക്ക് ആഴമേറിയ ടാങ്കുകൾ, വലിയ വലിയ ഹെവി ടാങ്കുകളൊക്കെ വെള്ളത്തിൽ ഊളിയിട്ട് പോയിട്ട് ക്രാക്ക് അടക്കാൻ പറ്റും എമർജൻസി കേസിന്. അഥവാ നമ്മൾ ഇങ്ങനെ വലിയ ടാങ്കുകളൊക്കെ ഇങ്ങനെ എമർജൻസി കേസിന് ഇതുകൊണ്ട് ലീക്ക് നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ആ വെള്ളമൊക്കെ കാലിയായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ മുകളിൽ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അത് പെർമനൻ്റ് ആക്കണം. അതിൻ്റെ ഹെവി ആകുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഹെവി ലോഡിന് താങ്ങാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ വെള്ളമൊക്കെ കാലിയാക്കിയിട്ട് സിമെൻറ്റൊക്കെ ഇട്ട് ഉണങ്ങി 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം നിറക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോണത് കോൺക്രീറ്റ് റൂഫിലെ ക്രാക്ക്. ഇതുപോലെ എവിടെ ക്രാക്ക് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യട്ടോ. ഞാൻ 2 സാമ്പിൾ കാണിച്ചു തരാണ്. ഈ സാധനം കൊണ്ട് എവിടെ ചോർച്ച ഉണ്ടെങ്കിൽ അടക്കാൻ പറ്റും. അപ്പോൾ ഇനി കോൺക്രീറ്റ് റൂഫ് എങ്ങനെയാണ് നമ്മൾ ഇതുകൊണ്ട് ക്രാക്ക് അടക്കണമെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോണത്. അതിനായി നമ്മൾ ഈ സീലൻ്റ് ഒരു തിരി പോലെ നീട്ടി റെഡിയാക്കി നമ്മൾ ക്രാക്ക് എത്രമാത്രം വികസിച്ചിട്ടുണ്ടോ, എത്രമാത്രം വലിയ ക്രാക്കാണോ അതിനനുസരിച്ച് തിരി പോലെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഒട്ടിച്ചൊട്ടിച്ച് പോരുക. ഇത് സാധാരണ കോൺക്രീറ്റിലെ റൂഫ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരികയാണ്. ഇത് ഇങ്ങനെ അടിച്ചതുകൊണ്ട് 100% സക്സസ് ആയിക്കോണമെന്നില്ല. കാരണം കുറച്ച് വീതിയിൽ ചെയ്യണം. കുറച്ച് എന്താ പറയുക, ക്രാക്ക് കുറച്ച് വലുതാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് എന്താ പറയുക, ഒരു 4 ഇഞ്ച് എങ്കിലും വീതിയിൽ ചെയ്യണം, കവർ ചെയ്യണം ക്രാക്ക്. ഇത് എവിടെയാണോ അത് ഒട്ടിച്ചത് അതിലൂടെ മാത്രം വെള്ളം ഇറങ്ങില്ല. അതിൻ്റെ ചുറ്റുഭാഗത്തു കൂടെയൊക്കെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ച് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിച്ച് ചെയ്യണം. ജയന്തമാരെ, അപ്പം നമ്മൾ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ആസ്പെറ്റോ ഷീറ്റിൽ ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ചോർച്ച നിർത്തുന്നതെല്ലാം കാണിച്ചു തരാൻ പോണത്. ഓക്കെ, ആസ്പെറ്റോ ഷീറ്റിന്മേൽ ചെയ്യുമ്പോൾ നമ്മൾ അതേമാതിരി തന്നെ ചെയ്യേണ്ടത്. കോൺക്രീറ്റിൻ്റെ ക്രാക്ക് അടച്ചെന്ന് കാണിച്ചല്ലോ, അതേമാതിരി തന്നെ ഇതും ചെയ്യേണ്ടത്. പക്ഷേ കോൺക്രീറ്റ് ആകുമ്പോൾ നമുക്ക് മിനിമം ഒരു 4 ഇഞ്ച് 6 ഇഞ്ചിന് കവറേജ് വരണം ക്രാക്കിൻ്റെ ചുറ്റുഭാഗം, ഇല്ലെങ്കിൽ അതിൽ കൂടെ ചോരും. ഇത് ഷീറ്റ്, ഇങ്ങനത്തെ ഷീറ്റുകൾ, ടിൻ ഷീറ്റ്, ആസ്പെറ്റോ ഷീറ്റിലൊന്നും കവറേജ് വേണ്ട. എവിടെയാണോ ചോർച്ച അവിടെ മാത്രം ചെയ്താൽ മതി. എന്നാൽ തന്നെ വേറെ എയിലും വെള്ളം ഇറങ്ങില്ല. നെറ്റ് ബോൾട്ടിൻ്റെ മുകളിൽ മാത്രം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ചെറിയ ക്രാക്ക് അടച്ച് ഞാൻ കാണിച്ചതാണ്. ഓരോ മെറ്റീരിയലും ചെയ്ത് കാണിച്ചതെന്നുള്ള അസാധ്യമാണ്. ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വാട്ടർ പ്രൂഫ് ചെയ്യാം, ഏത് ക്രാക്കും അടക്കാം. എല്ലാ മെറ്റീരിയലിലും ഇത് പിടിക്കും. അപ്പോൾ എല്ലാ മെറ്റീരിയലും കാണിച്ചു തരാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ കണ്ട് അവനവന് എവിടെയാണോ ചോർച്ച അത് അതുപോലെ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ക്രാക്ക് ഇങ്ങനെ അടച്ചു. ഈ ക്രാക്ക് ഇങ്ങനെ അടച്ചത് കാരണം ഇതിന് ഒരു പക്ഷേ ഈ ക്രാക്കിൻ്റെ ഇതിലൂടെ ആവില്ല വെള്ളം വരുന്നുണ്ടാവുക. കുറച്ച് ഇതിലൊക്കെ വൈഡായിട്ട് വെള്ളം വരും. ഞാൻ ജസ്റ്റ് അടച്ച് കാണിച്ചതാണ്. അപ്പോൾ വൈഡായിട്ട് ഇങ്ങനെ ഈ ഒരു സ്റ്റിക്ക് വെച്ച് ചെയ്യാമെന്നുള്ള നമുക്ക് അസാധ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് വൈഡായിട്ട് ചെയ്യുക എന്നുള്ളതും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വീട് മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നുള്ളതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വേറെ ക്രാക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. മെറ്റീരിയൽ വാങ്ങുമ്പോൾ പ്രത്യേകിച്ചും വീഡിയോ ശ്രദ്ധിച്ച് കണ്ടിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും 100 അല്ല 1000% കൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യാൻ പറ്റും. ഉടനെ തന്നെ നമ്മളിത് ചെയ്ത് ഉടനെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് വെള്ളം ഒഴിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് സെറ്റിംഗ് ടൈമൊന്നുമില്ല. ഉടനെ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ
നമുക്കിത് വെള്ളം ഒഴിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കതിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റും. അതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ വൈഡായിട്ട് ചെയ്യുക, ക്രാക്ക് ഉൾപ്പെടെ ഇതുപോലെ അല്ലാതെ വൈഡായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താ പറയുക, ലോങ് ലൈഫാണ്. ലോങ് ലൈഫ് ഇതിൽ നമ്മുടെ നമുക്ക് സ്ഥിരമായിട്ട് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നിലേക്ക് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്യണം, അതിൽ ടൈൽസ് ഒട്ടിക്കണം. എന്നാൽ പിന്നെ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല, ചോറുന്നില്ലേ പേടി പിന്നെ വേണ്ട. ഏത് ടെസ്റ്റ് വേണമെങ്കിൽ ഇതുകൊണ്ട് ചെയ്യാം, എന്ത് ടെസ്റ്റ് വേണമെങ്കിൽ ഇതുകൊണ്ട് ചെയ്യാം. 100% ഞങ്ങൾക്ക് ഉറപ്പാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് എങ്ങനെയാണിത് ഉപയോഗിച്ച് വീട് മൊത്തം വിത്ത് ക്രാക്ക് ഉൾപ്പെടെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഉദ്ദേശിക്കുന്ന സംശയങ്ങൾ ഒരു പക്ഷേ എൻ്റെ വീഡിയോയിൽ ഉണ്ടായിക്കോണമെന്നില്ല. അത്തരം കാര്യങ്ങൾ ചോദിക്കാൻ നമ്മളെ സ്റ്റാഫുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് സംശയങ്ങൾ തീർക്കുക. മെറ്റീരിയൽ സംശയം കൂടാതെ വാങ്ങി ഉപയോഗിച്ചോളി. നോ ഡൗട്ട് 100%, അതിന് മേലെ ശതമാനം പറയാനില്ലാത്തതുകൊണ്ടാണ്, 1000% ഇത് വാട്ടർ പ്രൂഫിങ് മെറ്റീരിയലാണ്. നിങ്ങൾക്ക് എന്ത് ടെസ്റ്റ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ മെൽറ്റ് ചെയ്തുണ്ടാക്കിയ, നേരത്തെ മെൽറ്റ് ചെയ്തില്ലേ, അതാണിത്. ഇത് നമ്മൾക്ക് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല ക്രാക്ക്, അതിന് അവിടെ ഒഴിച്ചിട്ട് ഇതങ്ങനത്തെ എന്തെങ്കിലും സാധനം, ഒരു ഇരുമ്പിൻ്റെ പീസോ എന്തെങ്കിലും ഇനി ബ്രഷ് ആയാലും മതി. ബ്രഷ് ആകുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് കിട്ടില്ല. ഇതാകുമ്പോൾ നല്ല ഫിനിഷിങ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരാം. വീഡിയോയിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മൾ അടുത്ത് ചെയ്ത് കാണിച്ചു തരാൻ പോണത്. ആണ് ഇത് ഈ ക്രാക്ക്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് ഇത് മൊത്തം ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഇതുപോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വീട് മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ആ ഒരുക്കിയ സാധനം കണ്ടോ. ഇത് നമുക്ക് എവിടെ വേണ്ട വെച്ചാൽ എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുക. ക്രാക്കിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം പോയിക്കോട്ടെ. എന്നിട്ട് അതുപോലെ കുട്ടിവിളയുണ്ട്, ഒരു പൊട്ടിവിള, പൊട്ടിവിളയല്ല, അതൊരു ഉള്ളിയുമായൊരു സാധനമാണ്. ഇതുകൊണ്ട് ഇങ്ങനെ മേടിച്ചു കൊടുത്താൽ മതി. കണ്ടോ ഇതാ. ഞങ്ങൾ ഇത് ഇത്ര ഒരു ക്വാളിറ്റിയിലൊരു മെറ്റീരിയൽ നിങ്ങൾ ജീവിതത്തിൽ കണ്ടോന്ന് സംശയം. ഞങ്ങൾ ഇതാ ഒന്നും ചെയ്യാനില്ല, ആരെയും ആശ്രയിക്കും വേണ്ട, അവനവൻ തന്നെ ചെയ്യാം. കഴിഞ്ഞു. ഇനി നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വീണ്ടും വെച്ച് കൊടുക്കുക. കുറച്ച് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വെച്ച് കൊടുക്കുക. ഇതേമാതിരി പഠിക്കുക. കഴിഞ്ഞു. ഇത് നമ്മൾ അടിച്ചു ഉടനെ തന്നെ മഴ പെയ്താ വെള്ളം ഇതാ, നോ പ്രോബ്ലം. ഞങ്ങൾ ഇതാ കഴിഞ്ഞ് വേണ്ട ഇതാ, ഒരു പ്രശ്നമില്ലാണ്ടല്ലേ. ഞാനത് ഇതൊക്കെ യഥാർത്ഥം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ വീഡിയോയിൽ എന്തെങ്കിലും കാണിച്ചാണ്ട് ഇന്നലെ സാധനം വാങ്ങുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരില്ല. അപ്പോൾ സ്നേഹിതന്മാരെ കണ്ടില്ലേ, ഈ കാണിച്ചത് മുഴുവൻ ഒറിജിനലാണ്. ഞാൻ തന്നെ കാണിച്ചു തരാണ്. ഇതിൽ യാതൊരു മായും മന്ത്രമൊന്നുമില്ല. ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാലാകാലം ചോർച്ച നിർത്താൻ പറ്റും. ഇത് ഓൺലൈനിൽ കൂടി ഓഫ്ലൈനിൽ കൂടി വാങ്ങാൻ കിട്ടും. ജസ്റ്റ് ഈ വീഡിയോ മൊത്തം നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ചോർച്ച നിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, സംശയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. സംശയമില്ലാതെ ഇത് ചോർച്ച നിർത്താൻ പറ്റിയ സാധനം തന്നെയാണ് ഉറപ്പില്ലോല് മേലെ കണ്ട നമ്പറിലേക്ക് വിളിക്കുക, ഓർഡർ ചെയ്യുക. തീർച്ചയായും ഈ പ്രോഡക്റ്റ് നിങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ നിങ്ങൾക്ക് അത് 100% കൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യാൻ പറ്റും. ഒരു പണിക്കാരൻ്റെ ആവശ്യമില്ല. പണിക്കാരെ വെക്കുന്നവർക്ക് വെക്കാം. അവനവന് സ്വന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. നോ ഡൗട്ട്. ജയ് ഹിന്ദ്.